ഹായ് ഗായ്സ്, ലക്ഷദ്വീപിൽ ഞാൻ കണ്ട എല്ലാ കാഴ്ചകളും എൻ്റെ മാക്സിമം നിങ്ങളിൽ എല്ലാവരിലും എത്തിക്കാനാണ് ഈ വീഡിയോ സീരീസ്. ഞങ്ങളിപ്പോൾ അകത്തിന്ന് തിരിച്ചേക്കാണ്. എൻ്റെ കൂടെ 17 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ ബംഗാരം റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഈ ബംഗാരം റിസോർട്ട്. കാരണം ലക്ഷദ്വീപിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി വന്നപ്പോൾ അദ്ദേഹം വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ബംഗാരം റിസോർട്ട്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ടൈമിൽ നമ്മൾ ലക്ഷദ്വീപ് പോവുകയാണെങ്കിൽ ഈ ബംഗാരം ഐലൻഡും ബംഗാരം റിസോർട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ആ കാഴ്ചകളെല്ലാം മിസ്സാവും. ദേ ഇവിടെ ഐ ലവ് ഭാരത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈവനിങ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ഒരു ഐലൻഡ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് വീഡിയോയിലൂടെ എനിക്ക് എത്രത്തോളം നിങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഈ ബംഗാരം റിസോർട്ടിൽ മാത്രമല്ല, ലക്ഷദ്വീപിൽ എവിടെ നോക്കിയാലും ഈ തെങ്ങിൽ ഈ 2 കളേഴ്സ്, ഈ വൈറ്റും ഈ ഒരു ബ്രിക്ക് കളറും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു റിസോർട്ട് മുഴുവൻ ഇങ്ങനെ തെങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നടന്ന് ഇത്രയും ദൂരം പോയി നമുക്ക് ഈ റിസോർട്ട് കാണുകയെന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പോയ ദിവസം ഫോറിനേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഈ വെഹിക്കിൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ നമ്മുടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടി നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ നന്നായിട്ട് ഷേക്ക് ആവുന്നത്. ഞാനത് എഡിറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണോ എക്സ്പ്ലോർ ചെയ്തത്, ഞാൻ എങ്ങനെയാണോ ഫീൽ ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾ ഫീൽ ചെയ്യട്ടെ, അല്ലേ? ഒരു 5-6 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ജീപ്പ് പോലത്തെ, നമ്മൾ ഈ സൂവിലൊക്കെ പോവില്ലേ, അതുപോലത്തെ ഒരു വെഹിക്കിളിലാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കാണിക്കാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഗസ്റ്റ് ഉള്ള ദിവസം തന്നെയാണ് നമ്മളവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയും വെയിലടിക്കുന്ന സമയത്താണ് നമ്മളവിടെ ട്രാവൽ ചെയ്യുന്നതെങ്കിലും നമുക്ക് ആ ചൂടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ കടലിൻ്റെ കാറ്റുള്ളത് കൊണ്ടൊക്കെ, തണലുള്ളത് കൊണ്ട്, തെങ്ങിൻ്റെ തണലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ വെയിലും ചൂട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല റിലാക്സ് ചെയ്തിരുന്നു തന്നെയായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ബംഗാരം റിസോർട്ടിൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ മോദിജി വന്നു പോയ ശേഷമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഉണ്ടായിരുന്ന ബോർഡുകളെല്ലാം അവിടെ അതുപോലെ തന്നെ ഉണ്ട്, ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. ഇത് കഴിഞ്ഞ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ്, ആരും മിസ് ചെയ്യരുത്. ഇത് അവിടുത്തെ ലോക്കൽസാണ്. അവർ ഓരോ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരികയാണ്. ഈ എൻട്രൻസ് തീർന്നിട്ടില്ല, ഇനിയും ഒരു ചെറിയ എൻട്രൻസും കൂടിയുണ്ട്. അങ്ങനെ നമ്മൾ ഈ എൻട്രൻസും കടന്നു. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്ന ഹെലിപ്പാഡ് ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വൈറ്റ് സാൻഡും അതിൽ നല്ല ഗ്രീനിഷ് ബ്ലൂ കളറ് നമ്മുടെ കടലും, അത് കഴിഞ്ഞിട്ട് ആ ഡാർക്ക് ബ്ലൂ കാണുന്ന മുഴുവൻ കോറൽസാണ്. സോ ഇന്ന് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ലേറ്റ് ആയതുകൊണ്ടും അവർ നമ്മളെ തിരിച്ചു കൊണ്ടുപോവാണ്. അടുത്ത പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഇത് അവിടെ ഇറങ്ങി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപ് കാണേണ്ട പ്ലേസാണ്. കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം. പല കാരണങ്ങൾ കൊണ്ട് വന്ന് കാണാൻ സാഹചര്യം ഇല്ലാത്തതോ സമയമില്ലാത്തതോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ലക്ഷദ്വീപ് റിലേറ്റഡ് ആയിട്ട് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്ക് ട്രിപ്പ് ഫോർ സോൾ എന്ന് പറയുന്ന ഒരു ട്രാവൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. സോ നിങ്ങൾക്ക് തനിയെ പോകാനാണെങ്കിലും ഗ്രൂപ്പായിട്ട് പോകാനാണെങ്കിലും കപ്പിളായിട്ട് പോകാനാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോയുടെ ലാസ്റ്റ് 2 മിനിറ്റ് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡും നമ്മളെ കൊണ്ടുപോകുന്ന അവിടുത്തെ ചെറിയ കുളങ്ങളും അങ്ങനെ അവിടുത്തെ സാധാരണക്കാർ നടക്കുന്ന ഇടങ്ങളും അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലാസ്റ്റ് വരെ കാണുക കേട്ടോ. സോ ഇതിലൊരു റിസോർട്ടിലാണ് പ്രൈം മിനിസ്റ്റർ മോദി അദ്ദേഹം വന്ന് താമസിച്ചിരുന്നത്. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. ആ തറയിലുള്ള മണ്ണില്ലേ, അത് മണ്ണല്ല ആക്ച്വലി, അവിടുത്തെ കോറൽസ് ഉണ്ടല്ലോ, പവിഴപ്പുറ്റ്, അത് പൊടിഞ്ഞുണ്ടായേക്കുന്ന ആ പൊടിയാണ് ആ നാട് മുഴുവൻ, ഈ ഐലൻഡ് മുഴുവൻ കാണുന്നത്. അത് മണ്ണല്ല. ഇങ്ങനെ വണ്ടിയിലിരുന്ന് സുഖമായിട്ട് തണലുള്ള ഈ വ്യൂസൊക്കെ കണ്ടു പോകാൻ വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ റിയാലിറ്റിയിൽ നമ്മുടെ റിയൽ ലൈഫിലെ ജോലിയും പ്രശ്നങ്ങളും എല്ലാത്തിൽ നിന്നും മാറി വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്നൊരു ഫീലാണ്, കുറച്ച് ദിവസങ്ങളാണെങ്കിൽ പോലും. അതുകൊണ്ടാണ് എല്ലാവരും ട്രാവൽ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ഈ നാട്ടിൽ പ്രത്യേകിച്ച് ലക്ഷദ്വീപിൽ ചെന്ന ശേഷം
എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടതെല്ലാം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണ് ട്രാവൽ കോർഡിനേഷൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഞാൻ വെറും ഒരു സഞ്ചാരിയായിട്ട് എല്ലാവരെയും പോലെ നാട് കാണാൻ പോയതാണ്. അവിടെ നിന്ന് ഈ ഒരു ഒറ്റ കാര്യം, എനിക്ക് കാണാൻ പറ്റിയ ഈ കാഴ്ചകൾ ഇത് എല്ലാവരിലും എത്തിക്കണം, എല്ലാവർക്കും വരാൻ പറ്റണം. അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ വരാൻ പറ്റാത്തവർക്കൊക്കെ എങ്ങനെ ഞാനിത് എത്തിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ വീഡിയോസിലൂടെ തുടങ്ങിയത്. ഇത് നമ്മുടെ വാജിദ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ലക്ഷദ്വീപുകാരനാണ്. പുള്ളി പഠിച്ചത് നമ്മുടെ കൊല്ലത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കൂടുതലും ലക്ഷദ്വീപിലെ ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കൊല്ലം, കോഴിക്കോടൊക്കെ വന്ന് പഠിച്ചിട്ടാണ് സ്കൂളിങ് ഇവിടെ ചെയ്തിട്ട് തിരിച്ചു പോയി അവിടെ ജീവിക്കുന്നവരാണ്. ഇവരൊക്കെ അഗത്തി ദ്വീപുകാരാണ്. അപ്പോൾ അഗത്തിയിൽ അവരൊക്കെ ജസരിയാണ് തമ്മിൽ സംസാരിക്കുന്ന ഭാഷ. പക്ഷേ ജസരി നമുക്ക് അത്ര മനസ്സിലാക്കാൻ ആദ്യമൊക്കെ പാടായിരിക്കും. അപ്പോൾ അവർ നന്നായിട്ട് ഇങ്ങനെ, ഒന്നാമത് അവർ നമ്മുടെ നാട്ടിൽ വന്ന് പഠിച്ച് തിരിച്ച് വന്നിട്ടുള്ളവരായതുകൊണ്ട് നന്നായിട്ട് മലയാളം സംസാരിക്കാം. സോ നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളെന്നുള്ളൊരു ഫീലില്ല. പിന്നെ വളരെ നല്ല മനുഷ്യരാണ്, പച്ചയായിട്ടുള്ള മനുഷ്യരാണ്. ഈ ഒരു സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ എന്താണെന്നറിയോ രസമുള്ള കാര്യം, അങ്ങ് തേങ്ങ വഴിയിലെല്ലാം വീണ് കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന് ആൻറ്റിമാരും അമ്മമാരും ഒക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ അയ്യോ ഇത്രയും തേങ്ങ എവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്നില്ല, ആരും ഉപയോഗിക്കുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. ടിപ്പിക്കൽ ലേഡീസിൻ്റെ കാര്യം. അയ്യോ വീട്ടിൽ തേങ്ങ കിടക്കുന്നുണ്ടോ, തേങ്ങ കിടക്കുന്നുണ്ടോ, ഇതുപോലെ എല്ലായിടത്തും തേങ്ങ തറ കിടക്കുമായിരുന്നു. അവിടുത്തുകാർ 2 പേര് നിന്ന് സംസാരിക്കുന്നുണ്ട്, കണ്ടോ വഴിയിലെല്ലാം തേങ്ങ കിടക്കുകയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ഞാൻ അവിടുന്ന് ഇങ്ങനെ തേങ്ങ കിളിച്ച് കിടപ്പുണ്ടായിരുന്നു, അത് വെട്ടി അതിൻ്റെ പൊങ്ങുണ്ടല്ലോ അത് കഴിക്കുമായിരുന്നു. അങ്ങനെ തറയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു ഒരുപാട്. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. സോ ബാക്ക് സൈഡ്, റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് റിസോർട്ടിൽ പോകുന്ന എൻട്രൻസ് ആണ്. അപ്പോൾ ഇത് ഇനി ഇങ്ങോട്ട് കൂടുതൽ കുറച്ച് റൂറൽ ഏരിയയിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടുത്തെ സാധാരണക്കാർ ചൂട്ടും കൊതുമ്പും ഒക്കെ പറക്കി സൈക്കിൾ ഓടിച്ച് സാധാരണ രീതിയിൽ പോകുന്നു. ഈ ബംഗാരം ലേക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുൾ കാഴ്ചകളായിരുന്നു ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. സോ ഇതാണ് ബംഗാരം റിസോർട്ടിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ വീഡിയോസ് ഇനിയും കാണാം. ലക്ഷദ്വീപിനെ കൂടുതൽ അടുത്തറിയാം. സോ എല്ലാവരും ടേക്ക് കെയർ, സന്തോഷമായിട്ടിരിക്കുക. ലവ് യു ഓൾ, ടേക്ക് കെയർ.